എനിക്ക് ജീവിതത്തിൽ ഒരു ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ കാണുന്നതുവരെ. അതെന്താ പെട്ടെന്ന് തോന്നുന്ന കാര്യം? അതല്ലടാ പറഞ്ഞ് ഇവിടെ തേക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. നിനക്ക് സംശയമാണോ? സംശയമല്ല, ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ അങ്ങനെ തേക്കണതിന് മുമ്പേ അവർക്ക് അങ്ങോട്ടൊരു പണി കൊടുക്കണം. എന്ത് ചെയ്യാൻ പോണം? ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ. ആ അതിനാ ഞാൻ നിന്റെ സഹായം ചോദിച്ചു. സെറ്റ് ചെയ്യണേ എനിക്കോട്ടോ. ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. പണി കൊടുക്കാൻ പോവുകയാണല്ലേ? ബ്രോയ്ക്ക് എങ്ങനെയത്? അല്ല, ഫോണിൽ സംസാരിക്കുന്ന കേട്ടാണ്. 3 വർഷമായിട്ടല്ല പ്രേമാണ്. ഇപ്പം പറയുന്നു വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, കല്യാണാലോചന തോന്നുന്നതൊക്കെ. ഇപ്പോൾ പഴയതുപോലെ പിടിയില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. ഇതൊക്കെ പിന്നെ തേക്കാനല്ലേ? അതെനിക്കറിയില്ല. ചിലപ്പോഴായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ബ്രോയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അർജുൻ, ഇനി വന്നേ. ഈ വർഷം ബാംഗ്ലൂരിൽ നടക്കുന്ന രഞ്ജി സെലക്ഷൻ ക്യാമ്പിൽ നീ മാത്രമാണ് ഇവിടുന്ന് സെലക്ഷൻ പോകുന്നത്. അവിടെ നല്ല പെർഫോം ചെയ്താൽ നിനക്ക് രഞ്ജി ടീമിൽ സെലക്ഷൻ കിട്ടും. നിനക്ക് എന്തായിരുന്നാലും സെലക്ഷൻ കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. പോയി പ്രാക്ടീസ് ചെയ്യും. ഡി, ഞാൻ പ്രാക്ടീസിലാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കോച്ച് പറയുന്ന ഈ മാസം നടക്കുന്ന രഞ്ജി സെലക്ഷൻ ക്യാമ്പിൽ ഈ ക്ലബിൽ നിന്ന് ഞാൻ മാത്രം സെലക്ട് ആയിട്ടുള്ളതാണ്. താങ്ക്സ് ഡി. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. വൈകുന്നേരം കാണാം. കുറച്ചായി വന്നിട്ട്. ഒരു ഫ്യൂച്ചർ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആവുമ്പോൾ കുറച്ചൊക്കെ കാത്തിരിക്കാം. അതിനെനിക്ക് ഇന്ത്യൻ ടീമിലല്ല സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഇന്ത്യൻ ടീമിൽ കളിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ? ഗിഫ്റ്റ് ഒക്കെ? താങ്ക്സ്. അപ്പോ പോട്ടെ. ഹർഷേ, എന്തേ ഇത് നോക്കി.
നീ തന്നെ ഇട്ടുക. നിന്നെ കാണുന്നവരെ എൻ്റെ ലൈഫിൽ ഒറ്റ സ്വപ്നം ഉണ്ടായിരുന്നു, അത് ക്രിക്കറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം നീ മാത്രമാണ്. വേണ്ട, ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അത് നിങ്ങൾക്ക് ചിലവ് നടത്തുന്നേ. ഇവനെന്ത് പറ്റി? നിനക്കും സന്തോഷ ദിവസമാണെങ്കിൽ ഇവനും ദുഃഖത്തിൻ്റെ ദിവസമാണ്. എന്ത് പറ്റി? മനസ്സിലായില്ല. ഇവൻ്റെ അർച്ചനവനെ തേച്ചുപോയി. അവൾക്കൊരു ബന്ധമുണ്ട്. യവതിപ്പാണ് അറിയണം. അല്ലേലും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാ. എന്താ എന്ത് പറ്റി? ഒന്നുമില്ലടാ. എല്ലാ പെമ്പിളേരും ഇതേപോലെ ആയിരിക്കും? ഏയ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഹർഷ ഇങ്ങനെ ആയിരിക്കും? അങ്ങനെയൊന്നുമില്ലടാ. നീ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടെന്തിനാ ഇപ്പം? വച്ചിട്ട് വാടാ വാടാ വാടാ. The person you are calling is currently busy. Please call again later. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഹലോ ഹർഷ, നീ ഇത് 2 ദിവസമായിട്ട് ഫോൺ എടുക്കാത്തെ? നീ എവിടെയാ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം നിനക്ക് പറയണ്ടേ? അത് നീ എന്താ ഫോൺ? എനിക്ക് ഹർഷ, എനിക്ക് നിന്നിപ്പോൾ കാണണം. നീ ഒരു കാര്യം ചെയ്യുന്ന അവിടെ പാർക്കിലോട്ട് വാ. എനിക്ക് വരാൻ പറ്റില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അർജുൻ, നമുക്ക് പിരിയാം. ഹർഷ, നീ എന്താ ഈ പറയുന്നേ? എന്താ കാര്യം? എന്താ? എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് അർജുൻ ഞാൻ പറഞ്ഞത്. ഹർഷ, ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഹർഷ നമ്മൾ സ്നേഹിച്ചത്? അർജുൻ, എനിക്ക് എന്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ പറ്റില്ല. നീയും എല്ലാ പെമ്പിള്ളേരെ പോലെ നേടി. ഗുഡ് ബൈ. ഓക്കെ. അർജുൻ്റെ ഗ്ലൗ എവിടെ? അർജുൻ, നിനക്ക് എന്താ പറ്റിയേ? ബോളിൽ നോക്കി കളിക്ക്. ഇങ്ങനെ പോയാൽ നീ എവിടെ എത്തില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹലോ അർജുൻ, നീ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല സാർ. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. എനിക്ക് നിന്റെ സ്ഥാനത്ത് 100 വരെ കിട്ടും.
ആ നീയോ? നീ എപ്പോഴാണ് നാട്ടിലെത്തിയ? ഞാൻ ഇന്നലെ എത്തി. എന്താടാ ഇത്? എന്ത് പോലോ? അവളെ എന്നോട് ചെയ്തൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. എനിക്കല്ലെല്ലാം നഷ്ടമായത്. എൻ്റെ ജീവിതം, എൻ്റെ ജോലി, പിന്നെ എൻ്റെ സ്വപ്നമായ ക്രിക്കറ്റ്. എടാ, നീ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിന്റെ ഈ ക്രിക്കറ്റിന് വേണ്ടി തന്നെ അവൾ നിന്നെ വിട്ടുപോയത്. നീ എന്താ ഈ പറയണേ? നീയും അവളും ബ്രേക്കപ്പ് ആയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവളെ കാണാൻ പോയിരുന്നു. ആ? അവളെല്ലാം പറഞ്ഞു എന്നോട്. നീ അവനെ മറന്നില്ലെങ്കിൽ അവൻ്റെ കരിയർ ഞാൻ ഇല്ലാതാക്കും. ഒരു സെലക്ഷൻ മുടക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും. നീ അവനെ മറന്നാൽ രണ്ടുപേർക്കും സുഖമായി ജീവിക്കാം. അവൻ്റെ സ്വപ്നവും നടക്കും. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാൻ കാരണം ഒരിക്കലും നിന്റെ സ്വപ്നം നടക്കാതിരിക്കരുത്. ഇതൊന്നും നിന്നോട് പറയരുതെന്ന് അവൾ കാല് പിടിച്ച് പറഞ്ഞു. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ പറയാത്ത. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം ഇല്ലാതാവും. ഇല്ലടാ, എനിക്ക് അവളെ കാണണം. ഡാ, ഒന്നും പറ്റൂല. നമ്മൾ ഒരുപാട് വൈകിപ്പോയി. നീ എന്താ ഈ പറയുന്നേ? ചേട്ടാ, അവൾ വേറെ കല്യാണം കഴിഞ്ഞ് പോയായിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയില്ലേ അവൾ അവളുടെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചത്? ഞാൻ അതൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട്. അവൾ മുകളിലിരുന്ന് സന്തോഷിക്കട്ടെ. എനിക്ക് എത്രയല്ല അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അടിയാ, അവൾക്ക് പണിയെടുക്കുന്ന സംഭവം കിട്ടിയിട്ടുണ്ട്. ഹലോ. ലൈഫിൽ അവൾ പോയിട്ടും അവളുടെ ഓർമ്മകൾ എന്നും എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഞാൻ നീലക്കുപ്പായം ഇടുന്നത്. എന്നെക്കൊണ്ട് അതിന് കഴിയും. ഞാൻ ഒന്നൊന്നായി എല്ലാം തിരിച്ചു പിടിക്കും.